بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال النووي رحمه الله تعالى: الحديث الخامس، أنجامة حديث وعن أم المؤمنين أم عبد الله عائشة رضي الله عنها قالت: أم المؤمنين മുഅ്മിനീങ്ങളുടെ ഉമ്മ ആരാണ്? മുഅ്മിനീങ്ങളുടെ ഉമ്മമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അവരിൽ വളരെ ശ്രേഷ്ഠരാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ. അവരുടെ കുനിയത്ത് എന്താണ്? ഉമ്മു അബ്ദില്ല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കുട്ടികളില്ല, പക്ഷേ ഉമ്മു അബ്ദില്ല എന്ന പേര് അവർ എന്ത് ചെയ്തു? കുനിയത്തായി സ്വീകരിച്ചു. അപ്പോൾ കുട്ടി ഉണ്ടാവണമെന്നില്ല. എന്തിന്? ഉമ്മു അബ്ദില്ല അല്ലെങ്കിൽ അബു അബ്ദില്ല എന്നൊക്കെ പേര് വെക്കാൻ കുട്ടി ഉണ്ടാവണമെന്നില്ല. ചെറിയ കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, ചെറിയ കുട്ടികളെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനിയത്ത് വെച്ച് വിളിച്ചിട്ടുണ്ട്. തമാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മളുടെ ഈ കാര്യത്തിൽ ആരാണോ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കിയത്, മൻ അഹ്ദസ, ആരാണോ ഉണ്ടാക്കിയത്, ഫി അംരിനാ ഹാദാ, നമ്മളുടെ ഈ കാര്യത്തിൽ, അതായത് ഈ ദീനിൽ, മാ ലൈസ മിൻഹു, അതിൽപ്പെടാത്തത് ആരാണോ പുതിയതായി ഉണ്ടാക്കിയത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്, അവൻ തള്ളപ്പെടുന്നതാണ്. ദീനിൽ പുതിയതായ ഒരു കാര്യം ഉണ്ടാക്കുക എന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. റവാഹുൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ആരാണോ പുതിയതായി ദീനിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്, അവൻ അല്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്, അവനും തള്ളപ്പെടുന്നതാണ്. വേറൊരു റിവായത്തിൽ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിന്റെ റിവായത്തിൽ ഇങ്ങനെയാണുള്ളത്: മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മളുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരാണോ പ്രവർത്തിക്കുന്നത്, പുതിയതായി ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നമ്മളുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരാണോ പ്രവർത്തിക്കുന്നത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്. ഈ രണ്ട് റിവായത്തുകളും വലിയ കാര്യമാണ്. നമ്മളുടെ ദീനിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അടിസ്ഥാനമാണ്. ഈ ദീൻ നിലകൊള്ളുന്നതായ ഹദീസ് അല്ലെങ്കിൽ ദീനിൻ്റെ വിഷയങ്ങൾ ചുറ്റിക്കറങ്ങുന്നതായ ഒരു സെൻറ്റർ എന്ന് വിളിക്കാവുന്ന ഹദീസുകളാണ് രണ്ടെണ്ണം. ഒന്ന്, നമ്മൾ ആദ്യം പഠിച്ച എല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന ഹദീസ്. രണ്ടാമത് ഈ ഹദീസ്. എന്താണ് ഈ ഹദീസിൻ്റെ അർത്ഥം? എന്ത് പ്രവർത്തനം ദീനിൽ ചെയ്യുന്നുണ്ടോ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പന പ്രകാരമുള്ളതായിരിക്കണം. അതല്ലാത്തൊരു പ്രവർത്തനം ദീനാണെന്ന് പറഞ്ഞ് ചെയ്യരുത്, ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്. ഇതാണ് രണ്ടാമത് ഈ പറഞ്ഞ ഹദീസ്. ഈ രണ്ട് ഹദീസുകളും എന്താണ്? ദീന് അതിന് ചുറ്റും കറങ്ങുന്നു എന്ന് ഉലമാക്കൾ പറഞ്ഞ ഹദീസുകളാണ്. അതായത് വളരെ പ്രധാനപ്പെട്ടതാണ് സാരം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പ്രകാരമല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അള്ളാഹുവിനെ ആരാധിക്കണം, ഒരുപാട് ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നല്ലോണം അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, സ്വർഗത്തിൽ ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തോന്നിയതൊക്കെ ചെയ്യുക, അള്ളാഹുവിന് ഇഷ്ടപ്പെടുമെന്ന് അവനക്ക് തോന്നിയതൊക്കെ അങ്ങോട്ട് ചെയ്യുക സാധ്യമല്ല. മറിച്ച് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത എന്താണോ ഒരുത്തൻ ചെയ്തത് അത് തള്ളപ്പെടുന്നതാണ്. അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല, മറിച്ച് അവനത് കുറ്റമായി മാറുന്നതാണ്, അത് ബിദ്അത്തായി മാറുന്നതാണ്. ബിദ്അത്തുകൾ വലിയ പാപങ്ങളാണ്.
അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദത്തിൻ്റെ കലിമത്തിന് എന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഷഹാദത്ത് ചൊല്ലുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കിയത് പ്രകാരമല്ലാതെ അള്ളാഹു ആരാധിക്കപ്പെടരുത്. അതായത് അള്ളാഹുവിനെ ആരാധിക്കപ്പെടാൻ പാടില്ല. എന്തൊരു ആരാധന ചെയ്യുന്നുണ്ടോ അത് റസൂലുള്ളാഹ് പറഞ്ഞതായിരിക്കണം. അതാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ ഉസൂലു സലാസയിൽ പറയുന്നത് മാനാ ഷഹാദത്തി അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ത്വാഅതുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച വിഷയത്തിൽ അദ്ദേഹത്തെ അനുസരിക്കണം. പിന്നെന്താണ്? വജ്തിനാബു മാ നഹാ അൻഹു വസജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങൾ, വിരോധിച്ച കാര്യങ്ങൾ, അതുപോലെ ചെയ്യരുതെന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കലും അതിനോടകന്നു നിൽക്കലും. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ സത്യമായെന്ന് അദ്ദേഹത്തെ സത്യപ്പെടുത്തൽ, അതങ്ങനെ തന്നെ വിശ്വസിക്കൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് വിശ്വസിക്കൽ. അതുപോലെ തന്നെ വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കപ്പെടേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിലല്ലാതെ പാടില്ല. ഇതാണ് എന്ത് ഈ ഹദീസിൻ്റെ അർത്ഥം. എന്ത്? റസൂലുള്ള പറഞ്ഞതാണോ പഠിപ്പിച്ചതാണോ എങ്കിൽ അത് ചെയ്യാം, അല്ലേ ചെയ്യാൻ പറ്റില്ല. എത്ര നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും അതിന് പുതിയതുണ്ടാക്കിയാൽ മാത്രമല്ല പ്രശ്നം. ഒരു ഹദീസിൽ എന്താണുള്ളത്? പുതിയതായി ഉണ്ടാക്കിയാലെന്നാണ്. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും ചെയ്താൽ, അപ്പോൾ വേറെ ഏതെങ്കിലും പുതിയതായി ഉണ്ടാക്കിയിട്ട് നമുക്കതിനെ ഫോളോ ചെയ്യാനും പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനും പറ്റില്ല. മറ്റൊരു ഹദീസിൽ എന്താണുള്ളത്? മൻ ആമില അമലൻ, പ്രവർത്തിച്ചാൽ, ഉണ്ടാക്കിയാൽ എന്നതുപോലെ തന്നെ തള്ളപ്പെടുന്നതാണ് പ്രവർത്തിച്ചാലും, രണ്ടും കുറ്റകരം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീന് പൂർത്തിയാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മരണപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്ത് നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ദീൻ ഇസ്ലാം അത് ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതോടുകൂടി ദീൻ എന്തായി? പൂർണ്ണമായി. ഒരു ചെറിയ കാര്യം പോലും ദീനിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വച്ചിട്ടില്ല, പറയാതെ വിട്ടുപോയിട്ടില്ല, നല്ലതൊന്നും വിട്ടുപോയിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ബല്ലഗ റിസാല, റിസാലത്ത് അള്ളാഹു എത്തിക്കാൻ കൽപ്പിച്ച ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്നും താങ്കൾക്ക് കിട്ടിയ കാര്യം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറവേറ്റിയിട്ടുണ്ട്, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വാദിച്ചാൽ ഇല്ല ഇക്കാര്യം നല്ലതാണെന്ന് വാദിച്ചാൽ അവൻ എന്താണ് വാദിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചിലത് നമ്മൾക്ക് പഠിപ്പിച്ചു തരാതെ ബാക്കി വെച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യം ദുനിയവിയായ പല വിഷയങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നു, അത് ദുനിയാവിൻ്റെ കാര്യമാണ്. അതുപോലെ ബിൽഡിങ് സിമൻറ്റ് വെച്ച് കെട്ടുന്നു, ദുനിയാവിൻ്റെ കാര്യമാണ്. ആ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. നമ്മളുടെ കെട്ടിടങ്ങൾ സിമൻറ്റ് വെച്ച് പണിതാൽ അത് റദ്ദാണെന്ന് പറഞ്ഞിട്ടില്ല. പുതിയ മൈക്ക് ഉപയോഗിച്ചാൽ അത് റദ്ദാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞതെന്താണ്? ദീനിൽ പുതിയതായി ഉണ്ടാക്കിയാൽ, ഇബാദത്തുകളിൽ പുതിയതായി ഉണ്ടാക്കിയാൽ. മൈക്ക് വാങ്ങലും വെക്കലും ഇബാദത്താണോ? അല്ല. മൈക്ക് പുതിയത് അഹുജൻ്റെ തന്നെ വാങ്ങിക്കണം. കാരണം എന്താണ്? അതാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പിന്നെന്താണ്? ഇത് ദുനിയവിയായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് എന്താണ്? ദീനിൽ പുതിയതായി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അതെന്താണ്? ഉദാഹരണത്തിന് പുണ്യം കിട്ടാൻ വേണ്ടി ഓരോരുത്തർ ഓരോന്ന് ചെയ്യുക.
പുതിയതായി ദീനിൽ ചെയ്യുക എന്ന് പറഞ്ഞതാണ് പുതിയതായി പുണ്യം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കാണിക്കൽ അത് ഇബാദത്താണ്. അപ്പോൾ ഇഷ്ടം കാണിക്കാൻ വേണ്ടി നമ്മളെന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹിനെ അനുസരിക്കണം. പക്ഷെ വേറൊരു കൂട്ടർക്ക് തോന്നുന്നു ഇഷ്ടം കാണിക്കാൻ വേണ്ടി റാലി നടത്തണം, അല്ലെങ്കിൽ നബിദിനം ജന്മദിനാഘോഷണം വേണം, ഒരു ക്രിസ്മസ് നടത്തണം. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് ഇല്ലേ? അപ്പോൾ മുസ്ലിങ്ങൾക്കും വേണം ക്രിസ്മസ്, അവർക്ക് ഓണമില്ലേ? അപ്പോൾ നമുക്കും വേണം എന്തെങ്കിലും ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് പുതിയതായി ദീനിൻ്റേതായ ഒരു കാര്യം ഉണ്ടാക്കുക. അതെന്താണ്? അത് തള്ളപ്പെടുന്നതാണ്. ഇലാഹുനാ വല്ലാഹു തആല അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.